മുത്താറി, പഞ്ഞപ്പുല്ല്, കൂരവ് എന്നിങ്ങനെ പല സ്ഥലങ്ങളിൽ പല പല പേരുകൾ അറിയപ്പെടുന്ന ഒരു സൂപ്പർ ഫുഡാണ് റാഗി. നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് വരെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഫുഡായിട്ട് മാത്രമാണ് നമ്മൾ റാഗിനെ കണക്കാക്കിയിട്ടുള്ളത്. എന്നാൽ പുറത്തുള്ള കർണാടക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവരുടെ ഒരു മെയിൻ ഫുഡായിട്ട് റാഗി കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ റാഗിയെ പറ്റിയാണ്. ഐ ആം ഡോക്ടർ ലക്ഷ്മി ശരണ്യ. വെൽക്കം ടു മൈ ചാനൽ. സാധാരണയായിട്ട് നമ്മുടെ കേരളത്തിൽ റാഗി ഒരു വീനിങ് ഫുഡായിട്ടാണ് കൊടുത്തു വരാറുള്ളത്. വീനിങ് ഫുഡ് എന്ന് പറയുന്നത് 6 മാസം വരെ പാൽ മാത്രം കുടിച്ച് വളരുന്ന കുട്ടികൾക്ക് അതിന് തുടക്കമായിട്ട് കൊടുക്കുന്ന ഫുഡ്. അപ്പോൾ അത്രയേറെ ഗുണങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ ആ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആളുകൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ്. എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാൽഷ്യത്തിൻ്റെ ഒരു എക്സലൻറ്റ് സോഴ്സാണ് റാഗി. അത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്ലാസ് പാല് നമുക്ക് 300 mg ആണ് കാൽഷ്യം ഉണ്ടാവുക. അത് 100 ഗ്രാം റാഗി എടുക്കുമ്പോൾ 350 mg നമുക്ക് കിട്ടും. അപ്പോൾ പാല് കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ റാഗി ഒരു ഭക്ഷണമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളർച്ചയുടെ കാലഘട്ടത്തിലുള്ള കുട്ടികളാണ് ഈ റാഗി ഡെയിലി കഴിക്കുന്നതെങ്കിൽ അവരുടെ എല്ല് വളർച്ചയ്ക്കും അല്ലെങ്കിൽ മസിലിൻ്റെ വളർച്ചയ്ക്കും അത് ബലമായിട്ടിരിക്കുന്നതിനൊക്കെ റാഗി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ മെനാപോസൽ സ്റ്റേജിലുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് കാൽഷ്യത്തിൻ്റെ അളവ് കുറവായിരിക്കും. അതുപോലെ എല്ല് പെട്ടെന്ന് പൊട്ടാനോ അല്ലെങ്കിൽ എല്ലുകളുടെ ബലം കുറഞ്ഞ ഓസ്റ്റിയോപോറോസിസ് എന്നുള്ള കണ്ടീഷൻസിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കാൽഷ്യം അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റാഗി അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഫ്രാക്ചർ സംഭവിച്ച ആളുകളാണെങ്കിൽ അവരുടെ ഭക്ഷണത്തിൽ റാഗി ഉൾപ്പെടുത്തുകയാണെങ്കിൽ പെട്ടെന്ന് അവരുടെ എല്ലുകൾ കൂടിച്ചേരാനോ അല്ലെങ്കിൽ ഫാസ്റ്റ് റിക്കവറിക്കുള്ള സാധ്യതയുണ്ട്. കാൽഷ്യത്തിന് പുറമെ റാഗിയിൽ അയൺ, പൊട്ടാസ്യം, സിങ്ക്, മെഗ്നീഷ്യം എന്നിവ ഉള്ളതുകൊണ്ട് തന്നെ അനീമിയനെ ഫൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അനീമിക് ആയിട്ടുള്ള ആളുകൾ റാഗി ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഹൃദയാരോഗ്യം കാത്തു സൂക്ഷിക്കാനും മാനസിക ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും അതുപോലെ നല്ല ഉറക്കം കിട്ടാനൊക്കെ റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. റാഗിയുടെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞെങ്കിൽ ഹൈ ഫൈബറാണ്. ഈ ഹൈ ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ പൈൽസ്, ഫിഷർ എന്നീ അവസ്ഥകളുള്ള ആളുകൾക്ക് മലശോധന സമയത്ത് ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ റാഗി അവർ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നല്ലൊരു ആശ്വാസം ലഭിക്കുന്നുണ്ട്. അതേപോലെ പ്രമേഹ രോഗികൾക്ക് അവരുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ആളുകൾക്ക് അവരുടെ ഡയബറ്റിക് സ്റ്റേജിലേക്ക് പോകുന്നത് തടയാനൊക്കെ റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ PCOD, തൈറോയിഡ് എന്നിവ ഉള്ള ആളുകൾക്കൊക്കെ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. അതേപോലെ വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് റാഗി കഴിക്കാം. കുടലിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു പ്രീബയോട്ടിക് ഫുഡാണ്. പ്രീബയോട്ടിക് ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗട്ടിലുള്ള ഹെൽത്തി ബാക്ടീരിയ വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡ്, അതിൻ്റെ ഒരു ഫുഡായിട്ട് നമുക്ക് കണക്കാക്കാം. പ്രസവശേഷം പാലൊക്കെ കുറവുള്ള സ്ത്രീകളാണെങ്കിൽ അവർ പാലിൽ ഈ റാഗി കുറുക്കി കഴിക്കുകയാണെങ്കിൽ അവരുടെ മുലപ്പാൽ വർദ്ധിക്കാനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും. വെയിറ്റ് ലോസിന് റാഗി നല്ലതാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ വെയിറ്റ് ലോസിൽ ശ്രമിക്കുന്ന ആളുകൾ റാഗി കുറുക്കി കഴിക്കാതിരിക്കുക. അതിന് പകരം റാഗി ദോശയായിട്ടോ ഇഡ്ഡലി ആയിട്ടോ പുട്ടായിട്ടോ ഒക്കെ കഴിക്കുക. അതേപോലെ തന്നെ റാഗിയിലുള്ള ഒരു ഫൈറ്റേറ്റ് നമ്മുടെ കാൽഷ്യം അബ്സോർപ്ഷനെ തടയുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി മുളപ്പിച്ച റാഗി കഴിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. കർണാടകയിലൊക്കെ ജീവിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ റാഗി മുതയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലരെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫുഡിൽ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും റാഗി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.